ദേശീയപാത നിർമ്മാണത്തിലെ പിഴവിൽ കോൺട്രാക്ടർ മേഘ കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. 90 ലക്ഷം പിഴയും ചുമത്തി. ചെർക്കളം നീലേശ്വരം പാതയിലെ സംരക്ഷണ ഭിത്തി തകർന്നത് നിർമ്മാണ പിഴവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശരത്ലാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം ശരത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നിർമ്മാണത്തിലെ പിഴവിൽ നടപടി വന്നിരിക്കുന്നു. ഡീബാർ എത്ര കാലത്തേക്ക്, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. കാരണം മലപ്പുറം ജില്ലയിലെ NH രാമനാട്ടുകര, അതേപോലെ തന്നെ വളാഞ്ചേരി സെക്ടറിന് പുറമെ നീലേശ്വരം ചെർക്കുളം സെക്ടറിലുള്ള NH 66 നിർമ്മാണ പിഴവാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്രം ഉപരിതല ഗതാഗത വകുപ്പ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണത്തിലാണ് ഇതിൽ നിർമ്മാണ പിഴവ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണം നടത്തിയ മേഘ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിനെയാണ് ഇപ്പോൾ പിഴ നൽകുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്തിരിക്കുന്നു. ഡീബാർ ചെയ്യുക മാത്രമല്ല, ഷോക്കോ നോട്ടീസ് നൽകുകയും അതിനോട് പറഞ്ഞിരിക്കുന്നത് കരിമ്പട്ടയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എന്തൊക്കെയാണ്, അതായത് സ്ഥിരമായി ഡീബാർ ചെയ്യാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന ഷോക്കോ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു ഷോക്കോ നോട്ടീസ് മേഘ കൺസ്ട്രക്ഷന് നൽകിയിരിക്കുന്നത് ശ്രീലക്ഷ്മി. അതേപോലെ ഡോക്ടർ കിഷോർ കുമാർ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തിയ സമിതി അന്വേഷണമാണ്. 5 അംഗ സമിതിയെ നേരത്തെ നിയോഗിച്ചിരുന്നു. മുഖ്യമന്ത്രിയും അതേപോലെ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ഡൽഹിയിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ ഉന്നതതല സമിതിയെ നിയോഗിച്ചത്. ഈ 5 അംഗ സമിതിയിൽ പാലക്കാട് IIT നിന്നുള്ള സിവിൽ എഞ്ചിനീയർ വിഭാഗം ഡോക്ടർ പ്രസാദും ഉണ്ടായിരുന്നു. ഇവർ നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെർക്കളം നീലേശ്വരം പാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തി തകർന്നത് പൂർണ്ണമായും കോൺട്രാക്ടറുടെ, അതായത് നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ്റെ തിരുത്തരപരമായ നടപടികൾ മൂലമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വേണ്ടത്ര നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതരമായ കണ്ടെത്തലെ തുടർന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പെയാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. തുടർന്ന് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച നടപടിക്ക് തുടക്കമാവുകയാണ് ശ്രീലക്ഷ്മി ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ് പറയുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതാണ് കുറ്റക്കാർക്കെതിരെ നടപടിക്കും. ഇതാണിപ്പോൾ കാസർഗോഡ്, ചെർക്കുളം, കാസർഗോഡ് NH 66 പാതയിൽ ചെർക്കുളം മുതൽ നീലേശ്വരം വരെയുള്ള നിർമ്മാണ ഭിത്തിയിലെ നിർമ്മാണ പിഴവ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ശ്രീലക്ഷ്മി. ഇതിപ്പോ നേരത്തെ തന്നെ ഈ മേഘ കൺസ്ട്രക്ഷനെ വിലക്കൊക്കെ ഏർപ്പെടുത്തിയിരുന്നില്ലേ ശരത്ത്, പുതിയ ടെൻഡറുകളിലൊക്കെ ഏർപ്പെടുന്നതിൽ നിന്ന്? ശ്രീലക്ഷ്മി, നേരത്തെ ഇവരെ സംബന്ധിച്ചിടത്തോളം മേഘ കൺസ്ട്രക്ഷനെ നേരത്തെ വിലക്കേർപ്പെടുന്ന കമ്പനി റെഡിയുടെ കമ്പനിയാണ് KNR ആയിരുന്നു. മേഘ കൺസ്ട്രക്ഷനിലെ ഇപ്പോൾ ഇതാദ്യമായാണ് NH 66 നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ശിക്ഷാ നടപടി വരുന്നത്. ഇതിന് മുമ്പേ നേരത്തെ ഉണ്ടായിരുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് നേരത്തെ KNR ഗ്രൂപ്പിനെതിരെയായിരുന്നു വളാഞ്ചേരി രാമനാട്ടുകര സെക്ടറിൽ നടപടിയെടുത്തത്. മേഘ കൺസ്ട്രക്ഷൻ്റെ, അതായത് കാസർഗോഡ് മുതൽ നീലേശ്വരം വരെയുള്ള പാതയിലാണ് NH 66 മേഘ കൺസ്ട്രക്ഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുമതലയുണ്ടായിരുന്നത്. ഈ പാതയിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്നാണ് മേഘ കൺസ്ട്രക്ഷനെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് ശ്രീലക്ഷ്മി. ശരി ശരത്ത്, വ്യക്തമാണ്. അങ്ങനെ ദേശീയപാതയിലെ നിർമ്മാണത്തിലെ പിഴവിൽ നടപടിയിലേക്ക് പോയിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ്. ദേശീയ പാത നിർമ്മാണത്തിലെ പിഴവിൽ കോൺട്രാക്ടർ മേഘ കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ശരത്ലാൽ ഡൽഹിയിൽ നിന്ന്.